Hello everyone, welcome to SSC Mallufight. ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ് എക്സ്ക്ലൂസീവ്ലി ഫോർ നമ്മുടെ കേരള മല്ലു SSC ആസ്പിരൻസിന് വേണ്ടി മാത്രം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ബെസ്റ്റ് ലൈവ് മോക്സ് ടു അറ്റംപ്റ്റ്. നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്തിട്ടുള്ള 4 പ്ലാറ്റ്ഫോംസിനെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ വീഡിയോയെ നിങ്ങൾ ഒരു 2 രീതിയിൽ കാണണം. ഒന്ന്, ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ഏതെന്നാണ് പറയാൻ പോകുന്നത്. പിന്നെ ഒരു പ്രോ അല്ലെങ്കിൽ ഒരു ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ഏതാണെന്ന് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞാൻ എഴുതിയിട്ടുള്ള മോക്സും അതിന് എനിക്ക് എത്രയാണ് സ്കോറെന്നും അതെങ്ങനെ അനലൈസ് ചെയ്യണമെന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. ഫസ്റ്റ് പ്ലാറ്റ്ഫോം ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്വിയസ്ലി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. ഈ ടെക്സ്റ്റ് ബുക്ക് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത്, ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു തരത്തിൽ തന്നെ ഏറ്റവും ബിഗിനർ ഫ്രണ്ട്ലി എന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടെക്സ്റ്റ് ബുക്ക്. എനിക്ക് തോന്നുന്നു SSC പഠിത്തം തുടങ്ങുന്ന ആൾക്കാരെല്ലാം ആദ്യമേ പ്രിഫർ ചെയ്യുന്നത് ഈ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. കാരണം എല്ലാവരും സജസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടാണ് ഈ ടെക്സ്റ്റ് ബുക്ക്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ബേസ്ഡ് ഓൺ PYQs ആണ്. ബേസ്ഡ് ഓൺ PYQs എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഈ SSC എക്സാംസിനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മാക്സിമം PYQ ക്വസ്റ്റ്യൻസ് ചെയ്താലേ നമുക്ക് മാക്സിമം ഇതിനെക്കുറിച്ച് അറിയാനും നമുക്ക് കൂടുതൽ പ്രാക്ടീസും അതുപോലെ തന്നെ കൂടുതൽ നമുക്ക് എങ്ങനെ ഒരു ക്വസ്റ്റ്യനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളൊരു ഐഡിയയും കിട്ടത്തുള്ളൂ. അപ്പം ഏറ്റവും ബെസ്റ്റ് ഒരു ബിഗിനർ ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇതാണ്, ടെക്സ്റ്റ് ബുക്കാണ്. പക്ഷേ ഒരു 2-3 മെയിൻസൊക്കെ എഴുതിയ ആൾക്ക് ഈ മോക്സ് എഴുതുമ്പോൾ അത്ര വലിയ അതൊരു പാടായിട്ട് അയാൾക്ക് അതൊരു ചലഞ്ചിങ് ഫീൽ ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്ലാറ്റ്ഫോം ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രിലിംസ് ടാർഗറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ മോക്സ് എഴുതുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പക്ഷേ ഒരു ഓൾറെഡി മെയിൻസൊക്കെ എഴുതി മെയിൻസ് ടാർഗറ്റ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഇതത്ര സജസ്റ്റ് ചെയ്യില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലൈവ് മോക്സ് അധികം എഴുതാത്തതും. ഇനിയും അടുത്തത് പറയാനുള്ളത് പ്രൈസിങ്. ഇപ്പം എല്ലാ പ്ലാറ്റ്ഫോംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ചുകൂടെ ഏറ്റവും കുറവ് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ടെക്സ്റ്റ് ബുക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പ്രൈസിങ്ങും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ക്വാളിറ്റി ഓഫ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ബിഗിനർ ഫ്രണ്ട്ലി ആണ്. ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. നമ്മളൊരു കർവ് എടുക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുക, ബാക്കി മണ്ടയിലോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരാളുടെ ആ ഒരു കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നതെങ്കിൽ എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമാണ് ഏറ്റവും കുറച്ചുകൂടെ അങ്ങനെയുള്ള ഒരു ആൾക്കാർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ഒലി ബോർഡ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. ഒലി ബോർഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ഏകദേശം മീഡിയം ടു ഹാർഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ മോക്സിലുള്ള. അത്ര ഈസി ആക്കില്ല, ഈസിയായ എക്സാംസും ഉണ്ട്, പക്ഷേ ഒരു മീഡിയം ടു ഹാർഡ് ലെവലായിരിക്കും എപ്പോഴും എക്സാം നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പ്ലാറ്റ്ഫോമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ച് കൂടുതലാണ്. പക്ഷേ കുഴപ്പമില്ല. നിങ്ങളൊരു മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഒലി ബോർഡിൻ്റെ ലൈവ് മോക്സ് ആസ് വെൽ ആസ് അവരുടെ ഫുൾ ടെസ്റ്റുകൾ, ഇഷ്ടംപോലെ ഫുൾ ടെസ്റ്റുകൾ ഉണ്ട് മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പം. ഓൾമോസ്റ്റ് ഐ തിങ്ക് അബൌട്ട് 75 ടെസ്റ്റ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ആ മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിന് ഏറ്റവും ബെസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഒലി ബോർഡ്. എനിക്ക് വേറെ ഒരു കാര്യം ഇതിലേക്ക് ഏറ്റവും എടുത്ത് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ഏതൊരു ലൈവ് മോക്ക് എഴുതിയാലും നിങ്ങളവിടെ നിങ്ങളുടെ പേഴ്സൻറ്റേജിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. നിങ്ങൾ ഇപ്പം അത്ര സ്കോർ ചെയ്യുന്നില്ല, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ആ ഒരു ട്രാക്ക്, ആ ഒരു പ്രോഗ്രസ് നിങ്ങളെപ്പോഴും ഒന്ന് ട്രാക്ക് ചെയ്ത് വെച്ചേക്കണം. അങ്ങനെ നിങ്ങളുടെ പേഴ്സൻറ്റേജിൽ ട്രാക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ലെവൽ നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓൾ ഇന്ത്യ റാങ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻറ്റേജിൽ എത്രയാണെന്ന് നിങ്ങൾക്ക് ഒന്ന് അറിയാൻ ഇവിടെ പറ്റും. അത് അറിയുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് പോപ്പുലേഷൻ ഓഫ് ആസ്പിരൻസ് വെച്ച് നിങ്ങൾക്കൊരു അനാലിസിസ് നടത്താൻ പറ്റും. ഇനിയും വരാൻ പോകുന്ന എക്സാമിൽ ഇത്ര ആൾക്കാർ എൻ്റെ മുന്നിലുണ്ട്, ഞാൻ എന്തോരം പഠിക്കണം, ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഈ ലൈവ് മോക്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. എന്തിനാണ് നമ്മൾ ലൈവ് മോക്സ് എഴുതണം എന്ന് ഞാൻ
പറഞ്ഞു കഴിഞ്ഞു. മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന ആസ്പിരൻസിന് ഏറ്റവും ബെസ്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ഒലീബോർഡ്. അവരുടെ ഫുൾ ടെസ്റ്റുകളായാലും നിങ്ങൾക്ക് എടുക്കാം, അതുപോലെ തന്നെ അവരുടെ ലൈവ് മോക്സ് ആയാലും നിങ്ങൾക്ക് എടുക്കാം. ഒരു മിനിമം ക്വാളിറ്റി, ഓൾമോസ്റ്റ് ദ ബെസ്റ്റ് ക്വാളിറ്റി ക്വസ്റ്റ്യൻ. ചിലർ പറയും ഔട്ട് ഓഫ് ദ സിലബസ് ആണ്, ബട്ട് ഞാൻ അതിനോട് എഗ്രി ചെയ്യുന്നില്ല. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. സോ നമ്മളെ കുറച്ച് ചലഞ്ച് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങളൊരു മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ചെയ്യണ്ട എന്ന് ഞാൻ പറയില്ല, ബട്ട് കുറച്ചും കൂടെ ഫോക്കസ് നിങ്ങളുടെ ഒലീബോർഡ് ഫുൾ ടെസ്റ്റിലും ലൈവ് മോക്സിലും കൊടുക്കുക. സോ അതാണ് ഇതിൽ നിന്ന് എൻ്റെ ഒരു ടേക്ക്. സോ നെക്സ്റ്റ് ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയാനുള്ളത് റെവല്യൂഷൻ ബൈ എഡ്യൂക്കേഷൻ, ശുഭം ജെയിൻ സാറിൻ്റെ RBE എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. എൻ്റെ പ്രിപ്പറേഷൻ ജേണിയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ RBE എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. ഇതിനെക്കുറിച്ച് എടുത്തു പറയാനുള്ള പ്രൈസ് വളരെ റീസണബിളാണ്. വേറെ ഇതിൻ്റെ ബാക്കിയുള്ള നമ്മുടെ OG പ്ലാറ്റ്ഫോംസായ ടെക്സ്റ്റ് ബുക്ക്, ഒലീബോർഡ്, അതിനെയൊക്കെ വെച്ച് ഏറ്റവും കൂടുതൽ ഇതിനെ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൊല്യൂഷൻസ് തന്നെയാണ്. ശുഭം ജെയിൻ സാറ് നമുക്ക് ഇതിനു വേണ്ടി ആക്ച്വലി ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും ഒലീബോർഡിലാണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ വളരെ വളഞ്ഞ രീതിയിലാണ് അവർ പറയുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ശുഭം ജെയിൻ സാറിൻ്റെ ഈ പ്ലാറ്റ്ഫോമിലെ സൊല്യൂഷൻസാണ് വളരെ പ്രിസൈസ് ആൻഡ് കൺസൈസ് ആയിട്ട് പുള്ളി സ്ട്രെയിറ്റ് ഒരു പോയിന്റിൽ പറഞ്ഞു തീർക്കും. ഇവിടെ കൊടുത്തിരിക്കുന്ന ഞാൻ ആദ്യം എഴുതിയ ലൈവ് മോക്കിൻ്റെ സ്കോറാണ് 139.5, 88% ഉള്ളൂ. പിന്നെ പതിയെ ഞാൻ ഇമ്പ്രൂവ് ആയിട്ട് ഒരു 94-95% വന്നിട്ടുണ്ട്. സോ അത് ഇമ്പ്രൂവ് ആവാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിൻ്റെ സൊല്യൂഷൻസ്, കൺസൈസ് ആയിട്ടുള്ള സൊല്യൂഷൻസ് തന്നെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് RBE ലൈവ് മോക്സിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ പുള്ളി മാത്സ് സൊല്യൂഷൻസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ ഓൾമോസ്റ്റ് എല്ലാവർക്കും പാട് വരുന്ന ഒരു സെക്ഷനാണ് മാത്സ്. അതിൻ്റെ യൂട്യൂബ് സൊല്യൂഷൻ പുള്ളി നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ പറഞ്ഞു തരാറുണ്ട്. സോ മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന ആർക്കും, മെയിൻസിന് വേണ്ടി പഠിക്കുന്നവർ ആർക്ക് വേണമെങ്കിലും ഞാൻ കണ്ണും അടച്ച് സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് RBE. നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിലെ ബട്ടൺ കാണാം, പെയ്ഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫ്രീ ടെസ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ ഉള്ളിൽ തന്നെ ഇഷ്ടംപോലെ ഓരോരോ മോക്സ് അവൈലബിൾ ആണ്. അതിൽ മാത്സിൻ്റെ ഏറ്റവും ഹാർഡസ്റ്റ് ഷിഫ്റ്റ് അവൈലബിൾ ആണ്, ഹാർഡസ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്, ആ ക്വസ്റ്റ്യൻസ് വെച്ചുള്ള മോക്സും അവൈലബിൾ ആണ്. സോ എന്തുകൊണ്ട് ഒരു മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് RBE. ഓക്കെ, ഇനിയും നെക്സ്റ്റ് പറയാനുള്ള ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ദ പണ്ഡിറ്റ്സ്. ഒരു 2023 അല്ലെ 2024 ആ ടൈമിൽ വളരെ പോപ്പുലറായി വന്ന ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റിയാണ് പണ്ഡിറ്റ്സ് എന്ന് പറയുന്നത്. എനിക്ക് പണ്ഡിറ്റ്സിനെ കുറിച്ച് എടുത്തു പറയാനുള്ളത് അവരുടെ മാത്സ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാത്സ് മോക്കുകൾ വളരെ യൂസ്ഫുൾ ആണ്. ഇത് യൂസ്ഫുൾ ആണെന്ന് പറയാനുള്ള കാരണം തന്നെ ഇതിൻ്റെ യൂട്യൂബിൽ സൊല്യൂഷൻസ് നമ്മുടെ ഫേവറേറ്റ് മാത്സ് ടീച്ചേഴ്സായ അഭിനയ് സാർ, അല്ലെങ്കിൽ ഇപ്പം രാകേഷ് സാർ, അതും അല്ലെങ്കിൽ ബുധേഷ് സാർ, ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഹിന്ദിയിലെ ടീച്ചേഴ്സിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് ഈ മോക്കിന് അവൈലബിൾ ആണ്. സോ 3 പേരുടെ ഡിഫറെൻറ്റ് അപ്രോച്ചിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഒരാളുടെ മാത്രമല്ല, 3 പേരുടെ ഡിഫറെൻറ്റ് അപ്രോച്ചിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. പണ്ഡിറ്റ്സിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അവരുടെ ഇംഗ്ലീഷ് സെക്ഷൻ എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടില്ല. ഓഫൺ എന്നെ അത് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയും എനിക്ക് അത്ര ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടില്ല. ഇംഗ്ലീഷിന് ഞാൻ പിന്നെയും സജസ്റ്റ് ചെയ്യുന്നത് ഒലീബോർഡ് അല്ലെങ്കിൽ RBE അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ആയിരിക്കും. ഇംഗ്ലീഷ് എനിക്ക് അത്ര നന്നായിട്ട് പണ്ഡിറ്റ്സിൻ്റെ ഫീൽ ചെയ്തിട്ടില്ല, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ബാക്കി എല്ലാ സെക്ഷൻസ് ആണെങ്കിലും നമ്മുടെ GK, റീസണിങ്, മാത്സ് എല്ലാം വളരെ നല്ലതാണ്. സോ ഒരു മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല പ്ലാറ്റ്ഫോം കൂടിയാണ് പണ്ഡിറ്റ്സ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഈ യൂട്യൂബ് സൊല്യൂഷൻസ് അടങ്ങിയ വീഡിയോസ് തന്നെയാണ്. അവർ ഓരോ ലൈവ് മോക്സ് കഴിയുമ്പോഴും അത് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഏതൊക്കെ ലൈവ് മോക്ക് പ്ലാറ്റ്ഫോംസാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. ഇത് കൂടാതെ തന്നെ നമ്മുടെ മലയാളത്തിൽ തന്നെ SSC മലയാളിയുടെ ലൈവ് മോക്സ് അവൈലബിൾ ആണ്. ഐ തിങ്ക് ടീംമേറ്റ്സ് അക്കാഡമിയുടെ അവൈലബിൾ ആണ്. അതുപോലെ ഇഷ്ടംപോലെ അക്കാഡമി, പർമാർ
അക്കാഡമിയുടെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോക്സ് എല്ലാം എഴുതുക. ബട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത 4 മോക്സാണ്, 4 പ്ലാറ്റ്ഫോംസാണ് ഞാനിവിടെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എനിക്ക് നിങ്ങളോട് എടുത്തു പറയാനുള്ള കാരണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങൾ ട്രാക്ക് ചെയ്യുക. എന്നിട്ട് ഏതൊരു ആസ്പിറൻറ്റിനും ഒരു സാച്ചുറേറ്റഡ് ലെവൽ എന്ന് പറഞ്ഞ ഒരു റേഞ്ച് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ട്രാക്ക് ചെയ്തതിൽ എൻ്റെ സാച്ചുറേറ്റഡ് ലെവൽ എന്ന് പറയുന്നത് ഈ പോർഷനാണ്. ഒരു 93 to 94-5 ആകുമ്പോഴത്തേക്കും എനിക്കതിൽ കൂടുതൽ പിന്നെ മുന്നോട്ട് പോകാൻ ഭയങ്കര പാടാണ്. എൻ്റെ ഒരു ആവറേജ് എന്ന് പറയുന്നത് തന്നെ 93 to 95 റേഞ്ചാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ റേഞ്ച് കടന്ന് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള കൺസേൺ. സോ നിങ്ങൾക്ക് ആ റേഞ്ച് ആയിരിക്കില്ല, വേറെ റേഞ്ച് ആയിരിക്കും. സോ നിങ്ങൾ ഈ റേഞ്ചിൽ തന്നെ സ്റ്റക്കായി ഇരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ കാണും. ചിലപ്പം നിങ്ങളുടെ കാൽക്കുലേഷൻ സ്ലോ ആയിരിക്കും, ചിലപ്പം നിങ്ങളുടെ ഏതെങ്കിലും കൺസെപ്റ്റ്സ് അത്ര ക്ലിയർ ആയിരിക്കില്ല, ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക് ആയിരിക്കും പ്രശ്നം. അപ്പം അത് ഏതാണ് നിങ്ങളുടെ പ്രശ്നം, ഏതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒരു ജമ്പ് ഇങ്ങോട്ടേക്ക് പറ്റും. ഈ ഒരു ജമ്പ് തന്നെയാണ് നിങ്ങളുടെ റാങ്കും ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. ഒരു 98, ഒരു 99% ടാർഗറ്റ് വെച്ച് വേണം നമ്മൾ പഠിക്കാൻ. നിങ്ങൾ ഈ ലൈവ് മോക്സ് എഴുതുന്നതിലൂടെ നിങ്ങളുടെ പ്രസൻറ്റ് പോപ്പുലേഷൻ ഓഫ് ആസ്പിറൻസുമായിട്ടൊരു കോമ്പറ്റീഷൻ, നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾക്കൊരു ധാരണ കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻറ്റേജിൻ്റെ ഒരു റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ആ റേഞ്ചിൽ നിന്ന് അടുത്ത നെക്സ്റ്റ് റേഞ്ചിലേക്ക് പോകാൻ ഏത് ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഏത് പ്രശ്നങ്ങൾ ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സോ കൺസേൺസോ സജഷൻസോ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും പറയുക. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.